പശ്ചിമേഷ്യയിൽ കാലങ്ങളായി പുകയുന്ന സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. സമീപകാലത്ത് നടന്ന സൈനിക നീക്കങ്ങളും നേതാക്കളുടെ വാക്പോരുകളും മേഖലയിൽ ആശങ്കയുടെ കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ മിസൈൽ ശേഷിയെക്കുറിച്ച് നടത്തിയ പ്രസ്താവനകളും അതിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നൽകിയ ശക്തമായ മറുപടിയുമാണ് നിലവിൽ ആഗോള ശ്രദ്ധ നേടുന്നത്. ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ അറിയേണ്ടിയിരിക്കുന്നു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിന് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ ജൂൺ 13 ഇറാനിൽ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തോടെയാണ് സമീപകാല സംഘർഷങ്ങൾക്ക് തീവ്രതയേറിയത്. ആണവായുധ വികസനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രയേലിന്റെ വാദം. എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയും തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രയേൽ പ്രദേശങ്ങളിലേക്ക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളും നടത്തി. ഈ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ മിസൈൽ ശേഷിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടത്. 480 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലുകൾ വികസിപ്പിക്കുന്നതിൽ നിന്നും ഇറാനെ വിലക്കണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രധാന ആവശ്യം. ഇറാന്റെ മിസൈൽ ഭീഷണി ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. ഇസ്രയേലിന്റെ സൈനിക മേൽക്കോയ്മയും പ്രാദേശിക സുരക്ഷയും ഉറപ്പാക്കാൻ ഇറാന്റെ മിസൈൽ ശക്തി നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും നെതന്യാഹു വിശ്വസിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഈ ആവശ്യത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അക്ഷരാർത്ഥത്തിൽ തകർത്ത് കളയുകയാണ് ഉണ്ടായത്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ പ്രതികരണത്തിൽ നെതന്യാഹു യഥാർത്ഥത്തിൽ എന്താണ് ഈ പടച്ചു വിടുന്നത് എന്ന് ചോദിച്ച അരാക്ചി അദ്ദേഹത്തെ പരിഹസിക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ വിശ്വാസ്യതയെ, നേതൃത്വപരമായ കഴിവുകളെയും അരാക്ചി ചോദ്യം ചെയ്യുകയും ചെയ്തു. ഗാസയിലെ കാര്യങ്ങളിലും ഇറാന്റെ ആണവ പദ്ധതി കൈകാര്യം ചെയ്യുന്നതിലും ഇസ്രയേൽ നേതാവിന് നിരവധി തെറ്റുകൾ സംഭവിച്ചതായും അരാക്ചി ആരോപിച്ചു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെയും മേഖലയിൽ ഇസ്രയേൽ നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളെയും അരാക്ചി രൂക്ഷമായി വിമർശിച്ചു. ഇറാൻ ഒരു ആണവ ശക്തിയായി മാറുന്നത് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് ഇസ്രയേൽ തുടർച്ചയായി വാദിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ലോകത്തിനു മുന്നിൽ ആവർത്തിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള ലോകശക്തികൾക്ക് വ്യക്തമായ നിലപാടുകളില്ല എന്നത് സംഘർഷം കൂടുതൽ വഷളാക്കാൻ കാരണമാകുന്നുണ്ട്. ഗാസയിൽ വിജയിച്ചുവെന്ന നെതന്യാഹുവിന്റെ അവകാശവാദത്തെയും അരാക്ചി കടന്നാക്രമിക്കുകയുണ്ടായി. ഏകദേശം 2 വർഷം മുമ്പ് നെതന്യാഹു ഗാസയിൽ വിജയം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അതിന്റെ ഫലം സൈനിക സംഘർഷം, യുദ്ധക്കുറ്റങ്ങൾക്ക് അറസ്റ്റ് വാറന്റ്, കൂടാതെ ഹമാസിലേക്ക് 2 ലക്ഷം പുതിയ റിക്രൂട്ട്മെന്റുകൾ എന്നിവയായിരുന്നു. അരാക്ചി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇത് ഗാസയിലെ തുടർച്ചയായ സംഘർഷങ്ങളും അന്താരാഷ്ട്ര തലത്തിലെ പരിശോധനകളും നെതന്യാഹുവിന്റെ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിരുന്നുവെന്നും അരാക്ചി പറഞ്ഞു. ഗാസ മുനമ്പിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികൾ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുമുണ്ട്. സാധാരണക്കാരായ പലസ്തീൻകാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളും യുദ്ധക്കുറ്റ ആരോപണങ്ങളും നെതന്യാഹു സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിന്റെ ഇത്തരം ശ്രമങ്ങൾ വിജയം കണ്ടില്ലെന്ന് മാത്രമല്ല, ഹമാസിന്റെ സ്വാധീനം കൂടുതൽ വർദ്ധിക്കുന്നതിനും പുതിയ റിക്രൂട്ട്മെന്റുകൾ ഉണ്ടാകുന്നതിനും ഇത് കാരണമായി എന്നും അരാക്ചി തന്റെ വിമർശനത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞർക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളെയും അരാക്ചി വിമർശിക്കുകയുണ്ടായി. ഇറാന്റെ 40 വർഷത്തെ സമാധാനപരമായ ആണവ നേട്ടങ്ങൾ ഇല്ലാതാക്കാമെന്നും അദ്ദേഹം സ്വപ്നം കണ്ടു. എന്നാൽ അതിന്റെ ഫലം അദ്ദേഹത്തിന്റെ കൂലിപ്പടയാളികൾ കൊലപ്പെടുത്തിയ ഓരോ ഇറാനിയൻ അക്കാദമിക് വിദഗ്ധരും 100-ലധികം കഴിവുള്ള ശിഷ്യന്മാരെ പരിശീലിപ്പിച്ചിരുന്നുവെന്നും അരാക്ചി പറഞ്ഞു. ഈ പിൻഗാമികൾ ഇറാന്റെ ആണവ വികസനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും തങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് നെതന്യാഹുവിന് കാണിച്ചു കൊടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേൽ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ ശക്തരാക്കുകയേ ഉള്ളൂ എന്ന് അരാക്ചി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരെ വധിക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതും തങ്ങളുടെ വികസനത്തെ തടസ്സപ്പെടുത്തില്ലെന്ന് ഇറാൻ ആവർത്തിച്ചു പറയുന്നു. ഓരോ രക്തസാക്ഷിക്കും 100 കണക്കിന് പിൻഗാമികൾ ഉണ്ടെന്നും അവർ ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുമെന്നും അരാക്ചി എടുത്തു പറയുന്നുണ്ട്. ഇത് ഇറാന്റെ ദൃഢനിശ്ചയത്തെയും ആത്മവിശ്വാസത്തെയും വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ ബന്ധത്തെയും അരാക്ചി ലക്ഷ്യം വെച്ചു. സൈനിക നയതന്ത്ര പിന്തുണയ്ക്കായി ഇസ്രയേൽ നേതാവ് ബാഹ്യശക്തികളെ അമിതമായി ആശ്രയിക്കുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇറാനിൽ തന്റെ യുദ്ധലക്ഷ്യങ്ങൾ ഒന്നും നേടുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട അദ്ദേഹം നമ്മുടെ ശക്തമായ മിസൈലുകൾ ഇസ്രയേലി ഭരണകൂടത്തിന്റെ രഹസ്യ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ നെതന്യാഹു ഇപ്പോഴും സെൻസർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാഡിയിലേക്ക് ഓടാൻ നിർബന്ധിതനായെന്നും അരാക്ചി പരിഹസിക്കുകയുണ്ടായി. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രയേലിന് മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്നുള്ള സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ അരാക്ചി നൽകുന്നത്. ഇറാനെതിരെയുള്ള
നീക്കങ്ങളിൽ അമേരിക്കയുടെ സൈനികവും രാഷ്ട്രീയവുമായ പിന്തുണ ഇസ്രയേലിന് നിർണായകവുമാണ്. എന്നാൽ ഈ ആശ്രയം ഇസ്രയേലിന്റെ സ്വന്തം കഴിവുകളെ ഇല്ലാതാക്കുകയാണെന്നും നെതന്യാഹുവിന്റെ പരാജയങ്ങൾക്ക് കാരണം ഈ ബാഹ്യശക്തി ആശ്രയമാണെന്നും അരാക്ചി പറയുന്നുണ്ട്. ഡാഡി എന്ന പ്രയോഗം തന്നെ ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ വ്യക്തിപരമായ ബന്ധത്തെയും അതിലൂടെ ലഭിക്കുന്ന സഹായങ്ങളെയും പരിഹസിക്കുന്നതാണ്. ഒരു യുദ്ധ കുറ്റവാളിയുടെ വാക്കുകൾ ഇറാൻ അംഗീകരിക്കുമെന്ന പ്രഹസനത്തിന് പുറമെ അനിവാര്യമായ ഒരു ചോദ്യം കൂടി ഇവിടെ ഉയരുന്നുണ്ട്. നെതന്യാഹു എന്താണ് ഈ ചെയ്യുന്നത്? ഒന്നുമില്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ മൊസാദിന് എന്താണ് കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അരാക്ചി തന്റെ വിമർശനങ്ങളും അവസാനിപ്പിക്കുകയായിരുന്നു. നെതന്യാഹുവിനെ ഒരു യുദ്ധ കുറ്റവാളിയായി ചിത്രീകരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ഗാസയിലെ യുദ്ധക്കുറ്റ ആരോപണങ്ങൾ നെതന്യാഹുവിനെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. വൈറ്റ് ഹൗസിലെ മൊസാദിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യം അമേരിക്കയുടെ ഇസ്രയേൽ അനുകൂല നയങ്ങളിൽ ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിൽ ഇസ്രയേലിനുള്ള അമിത സ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയാണ്. ജൂൺ 22-ന് ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതോടെ സംഘർഷം വീണ്ടും രൂക്ഷമായി. ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ജൂൺ 23-ന് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് താൽക്കാലിക ആശ്വാസം നൽകി. എങ്കിലും ഇറാന്റെ മിസൈൽ ശേഷികളെയും ആണവ അഭിലാഷങ്ങളെയും കുറിച്ചുള്ള വാചകങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ വെടിനിർത്തൽ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഭിന്നതകൾ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുവെന്നും ഇത് വ്യക്തമാക്കുന്നു. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് ആവർത്തിക്കുമ്പോൾ ഇസ്രയേൽ ഇറാനെ ഒരു ആണവ ശക്തിയായി മാറാൻ അനുവദിക്കുന്നില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സമാധാനം ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ക്രിയാത്മകമായി ഇടപെട്ടില്ലെങ്കിൽ ഈ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധമായി മാറാനും ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്.